എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ശ്രവിക്കാം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്തിൻ്റെ ഹാൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ അധ്യായം വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയും വിശ്വാസത്താൽ ജീവിച്ച പഴയ നിയമ വ്യക്തികളുടെ ഉദാഹരണങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ബോധ്യവും വിശ്വാസമായി നിർവചിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിന് വിശ്വാസമാണ് അടിസ്ഥാനമെന്ന് ഈ വാക്യത്തിൽ എഴുത്തുകാരൻ ഊന്നി പറയുന്നു. വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാനോക്കിൻ്റെ ഉദാഹരണത്തിനു ശേഷമാണ് ഈ വാക്യം വരുന്നത്. രക്ഷയ്ക്കു മാത്രമല്ല, ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിനും വിശ്വാസം ആവശ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. കാരണം വിശ്വാസമില്ലാതെ ദൈവവുമായി ഒരു ബന്ധം പുലർത്തുകയോ അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയോ ചെയ്യുന്നത് അസാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിനും ആരംഭം നൽകുന്നത് വിശ്വാസമാണ്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. രക്ഷണ്യ വിശ്വാസത്തിൻ്റെ ഭാഗമായ ബോധ്യങ്ങളെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ആളത്വമുള്ളവനും നിത്യനും പരിശുദ്ധനും നമുക്ക് വേണ്ടി കരുതുന്നവനുമായ ഒരു ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കണം. നാം ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകുമെന്ന് നാം വിശ്വസിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ സന്തോഷവും സാന്നിധ്യവും തന്നെയാണ് നമുക്കുള്ള മഹാപ്രതിഫലമെന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവം നമ്മുടെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നാം ആത്മാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുകയും തൻ്റെ സാന്നിധ്യവും സാമീപ്യവും കൃപയും കാംക്ഷിക്കുകയും ചെയ്യണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഐച്ഛികമല്ല, അത് അടിസ്ഥാനപരമാണെന്ന് ഈ വാക്യം അടിവരയിടുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അവനെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകാൻ അവൻ്റെ അസ്തിത്വത്തിലും അവൻ്റെ വിശ്വസ്തതയിലും നാം വിശ്വസിക്കണം. വിശ്വാസം അന്ധമല്ല, മറിച്ച് ദൈവം ആരാണെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത്തരം വിശ്വാസമില്ലാതെ ദൈവഹിതവുമായി പൊരുത്തപ്പെടാനോ അവൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനോ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ വിശ്വസ്തതയെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തണം. ആത്മാർത്ഥതയോടെയും സ്ഥിരോത്സാഹത്തോടെയും ദൈവത്തെ സമീപിക്കണം. ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുക, വിശ്വാസത്താൽ ജീവിക്കുക, മറ്റുള്ളവരെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സ്നേഹപിതാവേ, അങ്ങയുടെ അസ്തിത്വത്തിലും നന്മയിലും ആശ്രയിക്കാനും സജീവമായ അന്വേഷണത്തിൻ്റെ ജീവിതം നയിക്കാനും അങ്ങയുടെ വാഗ്ദാനങ്ങളുടെ പൂർണ്ണത അനുഭവിക്കാനും കർത്താവിൻ്റെ ഇഷ്ടവുമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ക്രമീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.